ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സൂപ്പർ ടേസ്റ്റിയായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണിത്. അധികം മുള്ളൊന്നുമില്ലാത്ത ഏത് മീൻ കൊണ്ട് വേണമെങ്കിലും ഈ ബിരിയാണി നമുക്ക് റെഡിയാക്കിയെടുക്കാം. എന്നാൽ നമുക്ക് റെസിപ്പി എങ്ങനെയെന്ന് നോക്കിയാലോ. ബിരിയാണി തയ്യാറാക്കാനായി 1 കിലോ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്തെടുക്കണം. അതിനായി 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മസാലയൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മസാല ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് മീൻ ഓരോന്നായിട്ട് നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മീൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മസാലയിലേക്ക് ഇടുമ്പോൾ മീൻ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ചെറുതായൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 3 കഷ്ണം പട്ട, 4 ഏലക്ക, 5-6 ഗ്രാമ്പു എന്നിവ ചേർത്തതിന് ശേഷം ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇത് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. മസാല റെഡിയാക്കുന്നത് മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലാണ്. ആ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞതിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം നന്നായി വഴന്ന് വെന്തുടഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നാരങ്ങയുടെ നീര് കൂടെ പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മസാലയിലെ പൊടികളെല്ലാം നന്നായി വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഫ്രൈഡ് ഒനിയൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രൈഡ് ഒനിയൻ ചേർക്കുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഇത് നന്നായി മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇത് പതുക്കെ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ. പതുക്കെ വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. മസാല നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി വെന്ത് മറ്റൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മസാലയിലേക്കിട്ട് ദം ചെയ്തെടുക്കാം. മീനിൽ നിന്നും അല്പം മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മൾ
വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഒരു ലെയർ ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓനിയനും മല്ലിയിലയും പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന് മുകളിലേക്ക് വീണ്ടും ഒരു ലെയർ കൂടെ ചോറ് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ഫ്രൈഡ് ഓനിയനും ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റിയാണിത്. ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.